പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ മോസ്റ്റ് വാല്യബിൾ പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ആ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിട്ടുള്ള ജെമി മാക്ലാരനാണ്. രണ്ടാം സ്ഥാനത്ത് ജെയ്സൺ കമ്മിങ്സ്, മൂന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ജീസസ് ജിമിനസ്, നാലാം സ്ഥാനത്ത് ഡിമിട്രി പെട്രാട്ടോസ്, അഞ്ചാം സ്ഥാനത്ത് ഫ്രാൻക, ആറാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൻ ലൂണ, ഏഴാം സ്ഥാനത്ത് ഹ്യൂഗോ ബോമസ്, എട്ടാം സ്ഥാനത്ത് ജോൺ ടോറൽ, ഒൻപതാം സ്ഥാനത്ത് ഡിമിട്രിയോസ് ഡാമൻഡാക്കോസ്, പത്താം സ്ഥാനത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവ സദോവിയാണ്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇശാൻ പണ്ഡിത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ ടീമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ടീമിലെ യുവതാരങ്ങളും എക്സ്പീരിയൻസ് ആയുള്ള താരങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. വിജയത്തിനു വേണ്ടി ഞങ്ങൾ മാക്സിമം പോരാടും. കഴിഞ്ഞ സീസൺ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ തനിക്കുണ്ട്. ഞങ്ങൾക്ക് നിലവിലിപ്പോൾ മികച്ചൊരു സ്ക്വാഡും പുതിയൊരു കോച്ചും ഉണ്ട്. ടീമിലെല്ലാവരും വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇശാൻ പണ്ഡിതയുടെ വാക്കുകളാണിത്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ചെറിയൊരു ട്രാൻസ്ഫർ നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ദീപക് താങ്കറയെ വാങ്ങുകയും അതുപോലെ തന്നെ പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാന് നൽകിയേക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർഗ്ലാവോ അതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. മാർക്കസ് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു, ഈ ഒരു ട്രാൻസ്ഫർ ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനി അഥവാ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയായിരിക്കും. മാർക്കസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഡീലിന് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദീപക് താങ്കരി മോഹൻ ബഗാന്റെ ജേഴ്സി ഇട്ടുകൊണ്ടുള്ള ചിത്രമൊക്കെ താരം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുകയുണ്ടായിരുന്നു. ഈ ഒരു ഡീല് ഇനി നടക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.